പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 4-ാം വാക്യം, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഹല്ലേലൂയ. കർത്താവിൽ വസിക്കുക. കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തി എല്ലാ കാലത്തും ഫലം കായ്ക്കും. അതുകൊണ്ടാണ് വേദപുസ്തകം പറഞ്ഞ് നിങ്ങൾക്ക് തനിയെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലവും നാമും അത് തന്നെ കർത്താവിനോടൊന്ന് പറയാം. കർത്താവേ, നിന്നെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവമില്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി നടക്കത്തില്ല. ഈ ഒരു ഏറ്റുപറച്ചിൽ ജീവിതത്തിൻ്റെ നിലവാരത്തെ, ജീവിതത്തിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റുവാൻ പ്രാപ്തിയുള്ളതത്രേ. നാം ഒരു കാര്യം കർത്താവിനോട് പറയണം, ദൈവമേ, നിൻ്റെ സന്നിധിയിൽ വസിക്കുവാൻ, നിന്നോട് ചേർന്നിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. ഇവിടെ മുന്തിരിവള്ളിയുടെ ഉപമ പറഞ്ഞിട്ട് യേശു കർത്താവ് പറയുന്നു, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ പറ്റത്തില്ല. കൊമ്പ് മുന്തിരിവള്ളിയിലാണോ വസിക്കുന്നത്, അതിനെ ആ തോട്ടക്കാരൻ ചെത്തി വെടിപ്പാക്കും. ചിലതിനെ ചെത്തിക്കളയണോ, അവൻ ചെത്തിക്കളയും. ചിലതിനെ ഒരു പ്രത്യേക കെയർ കൊടുക്കണോ, അത് കൊടുത്തിട്ട് വേദപുസ്തകം പറഞ്ഞ് മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കുന്ന കൊമ്പിനകത്ത് ഫലം കായ്ക്കും. ഫലം കായ്ക്കുമെന്ന് മാത്രമല്ല, അത് അധിക ഫലം കായ്ക്കും. ഈ കൊമ്പിനെ ചെത്തി വെടിപ്പാക്കുന്നതിൻ്റെ കാര്യം ഇതിനകത്തുനിന്ന് നല്ല ഫലം കായ്ക്കാനാണ്. ഫലം കായ്ക്കുന്നതിന് വിരോധമായിട്ടുള്ള പ്രതികൂലമായിരിക്കുന്ന എല്ലാത്തിനെയും അവൻ മുറിച്ചു മാറ്റും. നല്ല തോട്ടക്കാരൻ അങ്ങനെ മുറിച്ചു മാറ്റിയിട്ട് കൊമ്പിനെ ചെത്തി വെടിപ്പാക്കി കഴിയുമ്പോൾ ഈ കൊമ്പിനകത്തുനിന്ന്, ഫലം കായ്ക്കാത്ത കൊമ്പിനകത്തുനിന്ന് കുറച്ച് ഫലം പുറത്തു വരും. പിന്നീട് വേദപുസ്തകം പറഞ്ഞ് അത് അധിക ഫലം കായ്ക്കും. അധിക ഫലം കായ്ക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം തിരിച്ചറിയും. പ്രിയരെ, നാം ഫലം കായ്ക്കുമ്പോൾ നമ്മിലൂടെ ദൈവത്തിൻ്റെ നാമം അത്രയും മഹത്വപ്പെടുന്നത്. നമുക്കും പുകഴാനൊന്നും വേണ്ട. നമുക്ക് പറയാനുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നും പറയേണ്ട ആവശ്യമില്ല. പ്രശംസ അവനാ, മഹത്വം അവനാ. നമ്മിലൂടെ അധിക ഫലം കായ്ക്കണം. കർത്താവിന് അതാ നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം. ഇന്ന് പകൽക്കാലവും അതിനുള്ള ഏറ്റവും എളുപ്പമാർഗം ദൈവം പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുക. നാം കർത്താവിലാണ് വസിക്കുന്നതെങ്കിൽ നിശ്ചയമായി ഫലം കായ്ക്കുന്നവരായി ദൈവം നമ്മെ മാറ്റും. ഫലം കായ്ക്കാത്ത കൊമ്പിനെ വളരെ ഫലം കായ്ക്കുന്ന കൊമ്പാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ ആ ഒരു ദൈവീക സ്പർശനം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇന്ന് രാവിലെയും നമ്മിലൂടെ അത്ഭുതം ചെയ്യാൻ കർത്താവ് റെഡിയാണ്. നാം കർത്താവിനോട് ചേർന്നിരിപ്പാൻ റെഡിയാണോ? കർത്താവിനോട് കൂടെ വസിപ്പാൻ റെഡിയാണോ? അങ്ങനെയെങ്കിൽ നിശ്ചയമായി ദൈവം ചില വിഷയങ്ങൾക്കകത്ത് ഇടപെടും. നിങ്ങൾക്കറിയാമല്ലോ, 3 ദിവസം കർത്താവിനോട് കൂടെ മരുഭൂമിയിൽ പ്രസംഗം കേൾക്കാൻ ചെന്ന ഒരു ജനക്കൂട്ടത്തിൻ്റെ ചരിത്രം. 5000-ത്തിലധികം പുരുഷന്മാർ, വലിയ ജനക്കൂട്ടം യേശുവിൻ്റെ കൂടെയായിരുന്നു. അവർ 3 നാൾ യേശുവിൻ്റെ കൂടെ പാർത്തു എന്ന വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അവർ യേശുവിൻ്റെ കൂടെ 3 ദിവസമായി ആ മരുഭൂമിയിലായിരുന്നു. ആ മരുഭൂമിയിൽ 3 ദിവസം കർത്താവിൻ്റെ കൂടെ ചെലവഴിച്ചപ്പോൾ കർത്താവിന് അവരെ മനസ്സിലാക്കാൻ പറ്റി. അവർക്ക് കർത്താവിൽ നിന്ന് കേൾക്കുവാൻ പറ്റി. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അവരെ തിരിച്ചയക്കുമ്പോൾ അവരുടെ നിലവാരത്തെ, അവരുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ബലത്തെ കർത്താവ് തിരിച്ചറിഞ്ഞു. കർത്താവ് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇവരെ അയച്ചാൽ ഇവർ വഴിയിൽ തളർന്നു വീഴും. അതുകൊണ്ട് ഇവർക്ക് വഴിയിൽ വേണ്ടുന്നത്, ഇവർക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടുന്നത്, ശക്തി പകരാൻ വേണ്ടുന്നത് ഇവർക്ക് മരുഭൂമിയിൽ തന്നെ കൊടുക്കണം. ഇവർക്ക് ആഹാരത്തെ കൊടുക്കണം. പ്രിയരെ, നാം കർത്താവിനോട് കൂടെ വസിക്കുമ്പോൾ കർത്താവിന് നമ്മുടെ ആവശ്യത്തെ നന്നായിട്ടറിയാം. ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ദൈവത്തോട് ചേർന്നിരുന്നാട്ട് നിങ്ങളുടെ വീട്ടിനകത്തെ നിങ്ങളെ അലട്ടുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. നമ്മുടെ കർത്താവിൻ്റെ പക്കൽ അതിന് മറുപടിയുണ്ട്. പക്ഷേ മനുഷ്യരോട് പറയാൻ പറ്റാത്ത ഒത്തിരി വിഷയങ്ങളുമായി ഇന്ന് പകൽക്കാലവും നാം ആയിരിക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങൾക്കകത്ത് ഇടപെടുന്ന, നമുക്ക് പരിഹാരം തരുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. നിങ്ങളെ അലട്ടുന്ന ആ വിഷയത്തിന് യേശുവിൻ്റെ പക്കൽ മറുപടിയുണ്ട്. പ്രിയരെ, ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? നിശ്ചയമായി വഴിയിൽ തളർന്നു വീഴുമെന്ന്, നാളെ നിങ്ങളെക്കൊണ്ട് തനിയെ പറ്റത്തില്ലെന്ന് കർത്താവിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ജനത്തിന് മരുഭൂമിയിൽ അപ്പം കൊടുത്തു. അവരുടെ ആവശ്യത്തെ ദൈവം തിരിച്ചറിഞ്ഞു. അതിനുവേണ്ടി കർത്താവ് പ്രവർത്തിച്ചു. ഇന്ന് രാവിലെയും നിങ്ങളുടെ ആവശ്യത്തെ
മറ്റാരെക്കാട്ടിലും അധികമായി കർത്താവിനറിയാം. കൂടെ ഒന്ന് പാർത്താൽ മതി. നമ്മൾ ചില വ്യക്തികളുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രതിസന്ധികൾ നാം മനസ്സിലാക്കുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ്, നമ്മെ ഉണ്ടാക്കിയ ദൈവത്തിന് നമ്മുടെ ആവശ്യത്തെ, നമ്മുടെ ആഗ്രഹത്തെ നന്നായിട്ടറിയാം. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് അറിയുന്ന സ്വർഗസ്ഥ പിതാവ് അവൻ പറയുന്നു, കൂടെ വസിക്കുന്ന, കൂടെ പാർക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിൻ്റെ വിഷയം കർത്താവിന് നന്നായിട്ടറിയാം. കർത്താവിന് നന്നായിട്ടറിയും എന്ന് മാത്രമല്ല, അവൻ അറിഞ്ഞ ആ വിഷയത്തിനകത്ത് ഇടപെടും. ഹല്ലേലൂയ. നാം മുന്തിരിവള്ളി, ഹല്ലേലൂയ, ആ കൊമ്പിനോട് പറ്റിയിരിക്കുന്നത് പോലെ നമുക്കൊന്ന് പറ്റിയിരുന്നിട്ട് നമുക്ക്, ഹല്ലേലൂയ, ഫലം കായ്ക്കാം. നമ്മുടെ ആവശ്യത്തെ തരുന്ന ദൈവത്തെങ്കിലേക്ക് സമർപ്പിക്കാം. നല്ല പിതാവേ, ഇന്ന് രാവിലെയും കർത്താവിനോട് ചേർന്നിരിക്കുന്ന, പറ്റിയിരിക്കുന്ന ഈ നിൻ്റെ മക്കളെ നീ അനുഗ്രഹിക്കണം. ഈ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും കർത്താവെ നീ അനുഗ്രഹിക്കണം. ഇവരുടെ ആവശ്യങ്ങൾക്കകത്ത് കർത്താവ് ഇടപെടണം. ഇവരുടെ മനസ്സ്, ഇവരുടെ വിഷയങ്ങൾക്കകത്ത് മനസ്സലിഞ്ഞ് അപ്പ അങ്ങ് പ്രവർത്തിക്കണം. അപ്പയുടെ കരമൊന്ന് തൊട്ട് ഇവരുടെ ജീവിതത്തിൽ ഫലമില്ലാത്ത സ്ഥാനത്ത് ഫലം കൊടുക്കണം. ഇവരുടെ ആവശ്യങ്ങളെ ദൈവം അറിഞ്ഞ് വഴിയിൽ തളർന്നു പോകാതെ എത്തേണ്ടുന്ന സ്ഥലത്ത് ഇവരെ എത്തിക്കണം. ഈ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.